അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ചാണവാള അല്ലെങ്കിൽ കരിനാക്ക് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് കരൾ പറ്റി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇത് പോത്തിൻ്റെ ഒരു അവയവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, അതെന്ത് അവയവമാണ് നമ്മൾ മൊത്തത്തിലൊന്ന് കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം എന്നാലേ ഇതെന്താണ് ഈ അവയവം, ഇത് കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ കാണണം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ചാണവാള. അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു പതിരും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് ഇതുവരെയും കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കാണിച്ചു തരാം. വാ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്ന സാധനം അല്ലേ. അത് പോയാൽ തീർന്നു. എന്തായാലും ഒന്ന് വീർപ്പിച്ചാലോ നമുക്ക്. ഇത്തിരി ഏറെ ഉണ്ടായിരുന്നിട്ടല്ല, അല്ലെങ്കിൽ ഇതിലും ചുങ്ങി കിടക്കുന്നത്. എന്നിപ്പോൾ നല്ലോണം വീർത്തതുണ്ടാവും. ഇതാണ് സംഭവം എന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് വീർപ്പിച്ചാണ്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ പതിരും ചാണാവാളയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലിഞ്ചുവടുള്ള മാതാ മീറ്റ് സെൻ്ററിലാണ്. അപ്പോൾ നമ്മൾ നായരമ്പലത്തു നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ വീട്ടിൽ അമ്മ ഒരു പരിപാടി ഒപ്പിച്ച് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇത് കറി വെക്കാൻ എടുത്തപ്പോൾ അമ്മയോട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അമ്മ ഈ പതിര് 3 പീസാക്കി കളഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഇറച്ചിക്കടയിൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്, ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെ 2 കറി വെക്കാൻ പോണത്, അതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ മാതാ മീറ്റ് സെൻ്ററിൽ വേണ്ടത് പതിരും ചാണവാള എടുത്ത് കയ്യിൽ വെച്ചേക്കണത്. അപ്പോൾ ഈ പതിര് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇത് ചാണവാള കഴിക്കണോണ്ട് ഗർഭിണികൾക്കൊക്കെ നല്ലതാണെന്ന് പറയണം. അതുപോലെ ഡെലിവറിക്ക് ശേഷം മുലപ്പാലൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ മുടി വളരാൻ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. അങ്ങനെ കുറേ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്ന് കൂടെ റിക്വസ്റ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ ഇത് ചൊറിച്ചിലിന് നല്ലതാണെന്ന് പറയട്ടെ, സ്കിന്നിൽ അല്ലേ, സ്കിന്നിൽ വല്ല ചൊറിച്ചിലിന് ഇതല്ല ചൊറിച്ച് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാണ്. നമ്മുടെ പുഴുങ്ങാണ്ട് തന്നെ അല്ലേ, ഒരു അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ചിലരെന്നോട് ചോദിച്ചിട്ടാ ചെറുതായിട്ടൊക്കെ ഇത് പോകണ്ട, അതിൻ്റെ അകത്ത് നിന്ന് ഇറച്ചി പോകണ്ട, ചെറുതായിട്ടൊക്കെ പോകുക. അത് നമ്മൾ എന്തിൻ്റെ എടുത്താലും പോകുമല്ലോ, ആ രീതിയിൽ കണ്ടേച്ച് മതി. അതെന്ത് വീഡിയോ ഇടുമ്പോഴും അതിന് ആ രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരിക, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അപ്പോൾ ജോബിഷാണ് നമുക്ക് വേണ്ടി അത് കാണിച്ചു തന്നിട്ടായിരിക്കും. ഇത് നേരത്തെ നമ്മുടെ ജോബിഷ അടിച്ചപ്പോൾ ഞാനത് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ല. ഇതെങ്ങനെയാണ് അരിയേണ്ടതെന്നൊന്ന് കണ്ടോട്ടെ നിങ്ങൾ. പുഴുങ്ങാണ്ട് അരിയണം എങ്ങനെയാണെന്ന് ചേട്ടാ ചെയ്യാം. ഇതാ ചേട്ടാ, ഇങ്ങനെ ഇട്ടിട്ട് കണ്ട എങ്ങനെയാണ് സെറ്റ് ചെയ്തത്. നമ്മുടെ രാജുഭായി കണ്ട കഴിഞ്ഞ തവണ അത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു വന്നല്ല. രാജേട്ടാ, നിങ്ങളുടെ ഫേസ് വന്നപ്പോൾ നല്ല ഐശ്വര്യം വരുന്നുണ്ടാ, നല്ല റീച്ച് കിട്ടിയ വീഡിയോന്. ചാണകങ്ങളുടെ വീഡിയോന് അല്ലെ കരുതാക്കിൻ്റെ വീഡിയോന് നല്ല റീച്ച് കിട്ടി. വീണ്ടും അതുപോലെ തന്നെ ഒരു വര ഇട്ടിട്ടാണ് അവർ അതെടുക്കുന്നത് കണ്ട. എന്തായാലും രാജുഭായും ജോബിഷ് ഭായിയുടെ ഒരു വീഡിയോ വന്നപ്പോൾ റീച്ച് കിട്ടിയിട്ടല്ല. കണ്ട മുഖത്ത് ഐശ്വര്യം കണ്ട, ഇതാണ് അല്ലേ രാജുഭായ്, ഈ മുഖത്ത് ഐശ്വര്യം കൊണ്ടിട്ടാണ് വീഡിയോ റീച്ച് കിട്ടിയത്. അത് പിരിച്ചിടത് കാണാൻ വേണ്ടി പിരിക്ക്, വെറുതെ ഒരാഗ്രഹമല്ലേ. നോക്കി വീഡിയോ കണ്ട് വല്ല സിനിമയിലെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മറക്കാണ്ടിരുന്നത് അല്ലേ. കട്ട് ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാട്ടോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വീട്ടിൽ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോസ് ചേട്ടൻ വരികയുണ്ടായി. മാർക്കോസ് ചേട്ടൻ്റെ ഒപ്പം നിന്ന് ഞങ്ങൾ എല്ലാവരും ഓരോ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഈ ഫോട്ടോ കാണാൻ ആൻ്റണി ചേട്ടന് സംസാരിക്കില്ല കേട്ടോ. അപ്പോൾ ആള് പക്ഷേ ഈ പാട്ട് പാടുന്നവരെ അഭിനയിക്കുന്ന ഒരു വീഡിയോ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു മൊബൈലിൽ. അപ്പം ഞാനത് മാർക്കോസ് ചേട്ടനോട് പറഞ്ഞു, മാർക്കോസ് ചേട്ടൻ ഇങ്ങനെ ആളിങ്ങനെ സംസാരിക്കില്ല, പക്ഷേ ആൾ പാട്ട് പാടുന്നവരെ അഭിനയിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണിക്കണ ഒരു വിഷ്വലും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സന്തോഷത്തിന് ആളൊരു പാവത്താനാണ് ആൻ്റണി ചേട്ടൻ. മാർക്കോസ് ചേട്ടനോട്ട് അതും ഞാൻ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റിയൊരു വ്യക്തിത്വം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നൊരു പുതിയ പരീക്ഷണം നടത്താൻ വേണ്ടിയുണ്ട്. സാധാരണ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. അപ്പോൾ ചാണകവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ മുന്നേ ഇന്നൊരു പരീക്ഷണം നടത്താൻ വേണ്ടി സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. അതിന് പകരം ഇപ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ വില കൂടി തന്നെയാണല്ലോ, പലരുടെയും കയ്യിൽ നിന്ന് പോയിരിക്കണതാണ് ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോത്തിൻ്റെ കുറച്ച് നെയ്യ് കൊണ്ടുവന്നേക്കാണ് നമ്മളൊരു പരീക്ഷണം നടത്താൻ വേണ്ടി. എന്തായാലും അതും പോത്തിൻ്റെ ഭാഗമാണല്ലോ, അങ്ങനെ നെയ്യാണ് നമ്മൾ ഇട്ടോ. ഈ നെയ്യിലാണ് നമ്മൾ വെളിച്ചെണ്ണക്ക് വരെ നെയ്യ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഇതിനനുസരിച്ച് കാണിച്ചു തരാം.
2 സവാള, ഒരു തേങ്ങ, ആ. കണ്ടോ, 2 വലിയ കഷ്ണം ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി, ആ വേണ്ട കിട്ടോ, ഇത് പച്ചമുളക്, 4 പച്ചമുളക്, എന്തോരം എടുത്തു, വേപ്പില കുറച്ച്, 4 കറിവേപ്പില, ആ ഓക്കെ, 4 സ്പൂണാണ്, ചെറിയ സ്പൂൺ, ചെറിയ സ്പൂൺ 4, 3 മതിയല്ല, കൂടുതൽ. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ മുളക് പൊടി ഇട്ടത്, ഇത്തവണ നമ്മൾ കുരുമുളക് പൊടി ഇട്ടാണ് ചെയ്യുന്നത്. കുരുമുളക് പൊടിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അത് കാണിച്ചു തരാൻ പറയുന്നത്. അത് സവാളയുടെ ഒപ്പം ഉപ്പിടണം, അപ്പോഴേ വേഗം പാടി കിട്ടുള്ളൂ. അതിലിപ്പോൾ നമ്മൾ ലാസ്റ്റല്ലേ ഉപ്പിട്ടത്, അത് സവാള ഇട്ടല്ലേ. ആ അങ്ങനെ അത് ഇതൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സമയത്ത് തന്നെ ഉപ്പിടണം, എന്നാലേ അല്ലേ പാടി കിട്ടും. വേഗം പാടി കിട്ടും. 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മുളക് പൊടിയിലാണ്, ഇത്തവണ കുരുമുളക് പൊടിയിലാണ്. 2 സ്പൂൺ 2 സ്പൂൺ കുരുമുളക് പൊടി അല്ലേ, ആ മസാല 2 സ്പൂൺ. ആ. ഇത് ഞാൻ വിട്ടു പോയിട്ട് അമ്മ പറഞ്ഞ പുറത്ത് ഇതിപ്പോൾ 2 ചാണകവാളയാണ് അല്ലേ, ഒരു മറ്റേ പശുവിൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെ ശരീരത്തിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഇത് 2 എണ്ണം ഉണ്ട്, 2 എണ്ണത്തിൻ്റെ ഉണ്ട്. ആ കേട്ടോ, ഇത് നമ്മൾ പുഴുങ്ങി വെച്ചാണ് കേട്ടോ ചാണകവാള, അതിന് ശേഷമാണ് എൻ്റെ ഇത് കിട്ടുന്നത്. അല്ല ആദ്യമായിട്ട് ഉണ്ടാക്കണവരെ അല്ലെങ്കിൽ എന്നെപ്പോലെ കുക്കിംഗ് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അമ്മ പറയുന്ന എണ്ണ പോരെന്ന് പറഞ്ഞാണ്, പക്ഷേ വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എണ്ണ ഒഴിക്കുമ്പോൾ. കാരണം ഒരു 1/2 ഗ്ലാസ് എണ്ണെങ്കിലും ലാഭമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പോത്തിൻ്റെ ഇറച്ചിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മീനിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ വാളക്കൂരി ആ മീൻ ഞാൻ കഴിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ നെയ്യുണ്ട്, പലർക്കും ഇഷ്ടമല്ലെന്ന് പറയും കേട്ടോ മീൻ, പക്ഷേ അതിൻ്റെ നെയ്യുണ്ട്. ആ നെയ്യ് കൊണ്ടുവന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാറില്ല, ഞാൻ ഇതേപോലെ ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. ഈ വെളിച്ചെണ്ണയുടെ കാശ് കൂടിയിരിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഇതേപോലെ പരീക്ഷിക്കാവുന്നതാണ്, അത്രയും കാശ് ലാഭമില്ല. അമ്മ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് പ്ലേറ്റിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ, കഴിച്ചു കൊണ്ട്. ആ തേങ്ങ കൊത്തും കൂട്ടി പിടിക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇത്തിരി ഉപ്പ് അവിടെ ഇടാൻ കിടക്കണം, അത് മിക്സ് ആയിട്ടില്ല. ഉപ്പുണ്ട് സംഭവം അടിപൊളിയായിട്ട് ഒന്നും പറയാം. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചു നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അമ്മക്ക് വല്ലതും പറയണ്ടല്ലോ, എനിക്ക് ഞാനെന്ത് പറയാനാ, ഞാൻ കഴിക്കാത്ത അമ്മ കഴിക്കാറില്ല, എനിക്ക് ഉണ്ടാക്കി തരുള്ളൂ. അപ്പം എന്തായാലും അതുപോലെ വെച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ചാണകവാളയുടെ വീഡിയോ ഇട്ടതാണ്, അത്യാവശ്യം റീച്ച് കിട്ടിയായിരുന്നു ആ വീഡിയോ. എനിക്ക് തോന്നുന്നു 1 മില്യൻ്റെ അടുത്തായിട്ടുണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നതിൻ്റെ. അപ്പോൾ എന്തായാലും സന്തോഷം സപ്പോർട്ടിന്. അത് നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല, അത് അന്നിങ്ങനെ അരിയണ കണ്ടപ്പോൾ ആദ്യമായിട്ടുള്ളൊരു അറിവാണല്ലോ നമ്മൾ എടുത്തു തുടങ്ങിയാണ്, പിന്നെ അങ്ങനെ ഒരു വീഡിയോക്ക് വിട്ട്. അപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് ഇനിയിപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. പിന്നെ നമ്മുടെ പതിര് നമ്മൾ ഫ്രൈ ചെയ്യണം എടുക്കാണ്ട് കേട്ടോ, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും, അപ്പോൾ കാത്തിരിക്കുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടൊക്കെ ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് അറിവുകളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രേ പറയാനുള്ളൂ. വേറെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ബാക്കി അതിൽ തീർക്കാം. ഓക്കെ ബൈ, താങ്ക് യു.